മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? ഇല്ല കോണ്ട അതില്ല. ഞാൻ അങ്ങനെ സജിനയ്ക്ക് പിന്നാലെ ഫിറോസ് ഖാനും പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഥയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, ഫിറോസ് ഖാൻ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന 17 വയസ്സുകാരിയുടെ വോയിസ് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഷെഫീന ബീവി എന്ന് പറഞ്ഞ ചാനലിലൂടെയാണ് ഈ വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പറയുന്ന 17 വയസ്സുകാരിയും സജിന നൂറും കൂടി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണിത്. നമുക്ക് ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇനി വോയിസ് ക്ലിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഭവം ഏതാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. മുൻ നെക്സ്റ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള സജിനയും ഫിറോസും ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. പക്ഷെ ഇപ്പൊ ഇവര് തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇതിൽ സജിന എന്ന് പറയുന്ന ഭാര്യ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന സിനിമ ആർട്ടിസ്റ്റുമായി അവിഹിതത്തിന് പോയതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയിലാണ് ഈ പറയുന്ന സജിന സ്വന്തം ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷനുമായി രംഗത്ത് വരുന്നത്. എന്താണ് ആ അലിഗേഷൻ? ഒരു 17 വയസ്സുകാരി ഈ പറയുന്ന ഫിറോസ് ഖാൻ ഫിസിക്കലി യൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു ആ അലിഗേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം യൂട്യൂബ് ചാനൽ ഒരു ലൈവ് ഇട്ട സമയത്താണ് ഫിറോസ് ഖാനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ സജിന ഉന്നയിച്ചത്. അതിന് പിന്നാലെ സംഭവിച്ചത് എന്താണ്? ഈ പറഞ്ഞ ഫിറോസ് ഖാൻ സജിനയെ വിളിക്കുകയും ഈ അലിഗേഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇല്ല എങ്കിൽ താൻ ജീവിതം അവസാനിപ്പിക്കുമെന്നും സജിനയോട് ഈ പറയുന്ന ഫിറോസ് ഖാൻ പറഞ്ഞു. ആ പറയുന്ന വോയിസ് ക്ലിപ്പും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂക്കിടെ ഈ പറയുന്ന സജിന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേട്ടവർക്ക് അറിയാം എന്തായിരുന്നു ആ വോയിസിൽ ഫിറോസ് ഖാന്റെ ആവശ്യം. ആ 17 വയസ്സുകാരെ ഉപയോഗിച്ചെന്നുള്ള കാര്യം പിൻവലിക്കണമെന്നും അത് റൂമക്കത്താണെന്ന് പബ്ലിക്കിൽ വന്ന് പറയണമെന്നും ഒക്കെ പുള്ളിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആയിരുന്നു. എന്തായാലും ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടതിന് തൊട്ട് പിറകെയാണ് ഈ സജിന നൂറും 17 വയസ്സുകാരും കൂടി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടോക്കാം. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം പറയാവുള്ളൂ മോനെ, എത്തിയർത്ഥ വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ ഞാൻ സത്യമായിട്ടും പറയാ, സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? ഇല്ല കോണ്ട അതില്ല. ഞാൻ എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവുകയാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാണ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്താ മോനെ? എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ കേട്ടില്ല? വെറുക്കുന്നത് മോള് അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്. നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ മോളെ. ഓക്കെ, ഞാൻ കാരണം മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ബീപ് സൗണ്ട് ഇട്ടതാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഫിറോസ് തന്നെ ഫിസിക്കലി ഉപയോഗിച്ചെന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഉപയോഗിക്കുന്ന സമയത്ത് കോണ്ടം ഇട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു വോയിസ് ക്ലിപ്പായി പോയത്. എന്തായാലും ഇതോടുകൂടി ഫിറോസ് ഖാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ ഇത് സജിന്റെ ഭാഗമുള്ള ഒരു മാനിപ്പുലേറ്റഡ് ക്ലിപ്പാണോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു മറുവശം പറഞ്ഞതേ ഉള്ളൂ. കാരണം താൻ അറിയാലും വേണ്ടിയില്ല, തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും നാറ്റി
പറ്റിക്കുമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് സജിന എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പക്ഷേ തനിക്ക് അറിയുന്ന ഏതെങ്കിലും ഒരാളെ വെച്ച് ഈ വോയിസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനും മതി, അങ്ങനെയും ചെയ്യാലോ. പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല കേട്ടോ. ഒരു പക്ഷേ ഈ വോയിസ് ജെനുവിൻ ആകാം. ജെനുവിൻ ആണെങ്കിൽ ഫിറോസ് പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 17 വയസ്സുകാരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഇത് ഉപയോഗിക്കാൻ പോകുമ്പോൾ ഈ ചങ്ങായിക്ക് ബോധമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ കേസ് അയക്കാനാണെങ്കിൽ കുറെ കാലം അകത്ത് കെടുക്കേണ്ടി വരും, പുറലോകം കാണാൻ പറ്റൂല. ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളൊക്കെ എടുത്ത് ഇമാതിരി പരിപാടിക്ക് പോകുമ്പോൾ. മനുഷ്യന്മാരായ ലേശം ബുദ്ധിയും ബോധം വേണം. പ്രായപൂർത്തി ആയ ഒരാളടുത്ത് പോകുന്ന പോലെ അല്ലല്ലോ പ്രായപൂർത്തി ആകാത്ത ഒരാളടുത്ത് പോകുമ്പോൾ. എൻറ്റയർലി ഡിഫറെന്റ് ആണ് കാര്യങ്ങൾ. അത്രയും ബുദ്ധിയും ബോധമില്ല ഈ ചങ്ങായിക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇപ്പൊ ഇത് കേസായി കഴിഞ്ഞാണെങ്കിൽ പെടാൻ പോകുന്നത് ഫിറോസ് ഖാൻ തന്നെയായിരിക്കും. ഇനിയിപ്പോ കേസ് ആയില്ലെങ്കിലും ഈ വോയിസ് റെക്കോർഡുകളെല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് ഇത് കാരണം ഫിറോസ് ഖാൻ ഉണ്ടാക്കാൻ പോകുന്ന ദുഷ്പേര് ചെറുതൊന്നുമല്ല. ഇനിയിപ്പോ എന്തൊക്കെ നന്മകൾ ഭാവിയിൽ ഫിറോസ് ഖാൻ ചെയ്താലും ആൾക്കാർ പറയണ എന്തായിരിക്കും, എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, 17 വയസ്സായ പെൺകുട്ടി ഉപയോഗിച്ചവനല്ലേ ഇവനെന്നായിരിക്കും ആളുകൾ ഇനി പറയാൻ പോകുന്നത്. അതിനെ നാണിക്കേണ്ടി ഇനി മരിക്കുന്നവരെ മാറാൻ പോകുന്നില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു തിരിച്ചടി പോയി കേട്ടോ ഫിറോസെ, ഒന്നും പറയാനില്ല. കണ്ട ആണുങ്ങളുടെ കൂടെ അവരാധിച്ച് നടക്കുന്ന ഭാര്യയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉപയോഗിച്ച ഭർത്താവും കൊള്ളാം, നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ. എന്നാലും ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ സജനയ്ക്കെതിരെ ചെയ്തൊരു ലൈവ് വീഡിയോ ആണ്. നമ്മൾ എന്തായാലും അതൊന്നും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇനി ഒരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായത്തൊന്ന് എന്തോന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അങ്ങനെയാണെങ്കിലും മിക്കവാറും കല്ലേറ് കൊള്ളാൻ തയ്യാറായി നിന്ന് ഫിറോസ് ഖാൻ. കാരണം സംഭവത്തിന് വോയിസ് റെക്കോർഡ് അടക്കം പുറത്തു വന്നല്ലോ. 17 വയസ്സുകാരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചില്ലറ കേസൊന്നുമല്ല. എന്തായാലും ഇത്രയും ആഴ്ചത്തേക്ക് ഇനി എനിക്ക് ഫിറോസിനോട് പറയാനുള്ളത്, ഇനി അധികം പുറത്തിറങ്ങി നടക്കാൻ നിൽക്കണ്ട, കഴിയുന്നതും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എവിടുന്നാ കല്ലേറ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ ജീവിക്കുന്നതായിരിക്കും ഫിറോസ് ഖാക്ക് നല്ലത്. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഞാൻ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ അവർ ഓഡിയോ കേൾപ്പിച്ചു. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓൾറെഡി ഇവിടെ എന്നെക്കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചതായിരുന്നു. വിളിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് കാല് ഓടിക്കുന്നുണ്ട്, ആ വീഡിയോ എടുത്ത് കളഞ്ഞി. എന്നിട്ട് ആ 17ൻ്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോടൊരു വീഡിയോ ഇടും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പോക്സോടെ എങ്കിലും നീ 17 വയസ്സുള്ള എങ്കിലും നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി ചെയ്യുക. എന്നിട്ട് അവൾ പറഞ്ഞു ഊമക്കത്തിൻ്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ഇലക്ഷൻ വരികയാണ്, അപ്പോഴത്തേക്ക് അതൊക്കെ മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഞങ്ങൾ കേൾപ്പിച്ചത്. ഇത്രയും സജിന ഒരു 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ റസൂലിൻ്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്നറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സജിന വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്ത ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. ഓക്കെ, അപ്പൊ താൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ഈ 17 വയസ്സുകാരുടെ വോയിസ് റെക്കോർഡ് പുറത്ത് വരുത്തില്ലല്ലോ. ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഖാൻ എന്തെങ്കിലും ഒരു മറുപടി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് സജിനയും ഒരു സുഹൃത്തും കൂടി ചേർന്ന് ഒത്തു കളിച്ചുണ്ടാക്കിയ ഒരു വോയിസ് റെക്കോർഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ അങ്ങനെയാണെന്ന് തന്നെ വെക്കാം. അതായത് സജിനയും സുഹൃത്തും കൂടി ചേർന്ന് ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു വോയിസ് റെക്കോർഡാണെന്ന് തന്നെ വെക്കാം. പക്ഷെ അത് അങ്ങനെയാണെന്ന് എങ്ങനെയാണ് ഫിറോസിനെ തെളിയിക്കാൻ പറ്റുക? ഭയങ്കര പാടായിരിക്കും. അത് ഒരു തരത്തിലും ഫിറോസിന് അത് തെളിയിക്കാൻ പറ്റത്തില്ല. അവിടെ ഫിറോസ് പെടുന്നുള്ളതാണ്. ഇനി ഒരു പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി പ്രത്യക്ഷപ്പെട്ട് പറയേണ്ടി വരും അത് മാനിപ്പുലേറ്റഡ് ക്ലിപ്പാണെന്നുള്ളത്. അല്ലാത്ത പക്ഷം ഇത് മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ തന്നെ അത് ഫിറോസിനെ തെളിയിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഫിറോസ് പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് പറയുന്നത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കും ഈ ഭൂമിയിൽ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും. അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ മെഴുകാതെ ഞാൻ നിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ അത് ആ ഒരൊറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് അറിയാൻ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്നെയൊക്കെ അകത്ത് കിടത്തേണ്ടുള്ള ഇത്രയും സംഭവങ്ങളുണ്ടെന്നറിയാം. എൻ്റെ വക്കീൽ തന്നെ എനിക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ, പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം.
അതിനെ എന്ത് രീതിയിലായാലും നിനക്കറിയാം അവനോ ഞാനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇനി ഞാൻ വിവാഹം പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുമായിട്ട് മാത്രമേ ഉള്ളൂ അവനോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അതിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നീ ദ്രോഹിക്കരുത്. ഓക്കെ, ഇതാണ് ഇപ്പൊ നിലവിലെ ഫിറോസ് ഖാനെ കാണിച്ചാണെന്ന് പറയുന്നത്. കുഞ്ഞിനെങ്കിലും കാണിക്കണം. ഇപ്പൊ സജിനെ ഇത്രയും ചീഞ്ഞ് നാറെ ചിരിക്കി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുഞ്ഞിനെയൊന്നും ഫിറോസ് ഖാൻ കാണിക്കുന്നില്ലായിരുന്നു. കുഞ്ഞിനെ കോള് പോലും അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഫിറോസ് ഖാൻ ഇങ്ങനെ റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുള്ളത്, കുഞ്ഞിനെ എങ്ങനെയും കാണിക്കുന്നുള്ള രീതി. എന്തായാലും ഇതിനൊരു മറുപടി ആയിട്ട് സജിന് തന്നെ കഴിഞ്ഞ ദിവസം തന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു അതിലെ സജിനൊക്കെ എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിന്റെ കാര്യം, എൻ്റെ കുഞ്ഞിന്റെ കാര്യം. അതായത് എന്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിന്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഒരു കുഞ്ഞിന്റെ തള്ള വന്നിരുന്ന് പബ്ലിക്കിൽ പറയുന്ന ഒരു വർത്താനാണിത്. ഒരു തള്ള വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അച്ഛനെ കുറിച്ച് എന്തും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യിക്കാൻ പറ്റിക്കും. ഞാൻ ഇനി അങ്ങോട്ട് ഇത് ചെയ്യാൻ പോവാന്നൊക്കെ. ബുദ്ധിയും ബോധ്യം വിവേകമുള്ള ഒരു അമ്മ സംസാരിക്കേണ്ട സംസാരമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇവൾക്ക് എവിടെ വിവേകം? തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഇതൊക്കെ. കുഞ്ഞ് കാണുമ്പോൾ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ട്രോമ ആയിരിക്കും ആ കുഞ്ഞിനുണ്ടാവുക. ജനിപ്പിച്ച തന്തയെ കുറിച്ച് സ്വന്തം അമ്മ പബ്ലിക്കിൽ വന്നിരുന്ന് അപരാധിക്കാണ്. അതും പറയണ എന്താണ്? ഇന്നൊരു കാരണവശാലും എന്റെ കുഞ്ഞിന് അച്ഛനെ കാണിച്ചു കൊടുക്കത്തില്ല. അച്ഛന്റെ എല്ലാ മോശം കാര്യങ്ങളും മകന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവന്റെ മനസ്സിനുള്ളിൽ അച്ഛനെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കും ഞാൻ. അങ്ങനെ അവൻ ആ അച്ഛനെ കിട്ടി സൂഹിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു അമ്മ പബ്ലിക്കിൽ വന്ന് പറയൂ. കഷ്ടം, അല്ലാണ്ടൊന്നും പറയാനില്ല. തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതെങ്ങനെയാണ് ശരിയാവുക? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് കരുതി സ്വന്തം മോനെ ഒരാൾ പീഡിപ്പിക്കുന്നുണ്ടോ? അവിടെ പെണ്ണിനല്ലേ പീഡിപ്പിച്ച, ആണിനല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം ശരിയാവുക? അല്ലെന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. ഞാനൊരിക്കലും ഫിറോസ് ചെയ്ത പ്രവൃത്തി ജസ്റ്റിഫൈ ചെയ്യല്ല. പക്ഷെ അത് വെച്ച് സ്വന്തം കുഞ്ഞിനെ വരെ ഫിറോസ് പീഡിപ്പിക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ചെറ്റത്തരാണ്. ഇതാണ് വായ തോന്നുന്നു എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നേ. വേറെ ഇപ്പൊ എന്ത് ബാക്കി പറഞ്ഞതായിരുന്നു. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തന്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ളല്ലോ. 2500 രൂപ ചെലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചറിയാം. എന്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചെലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് ഒരു 500 രൂപ കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്. വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ. തനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പൊ തനിക്ക് ഇത്ര ചെലവൊന്നുമില്ലല്ലോ. സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തെർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം അന്നിട്ട് ഞാൻ ഉമ്മയോട് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. ആ 2500. അപ്പൊ എൻ്റെ ഉമ്മി പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിന്റെ ഉത്തരവാദിത്വം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരു മനസാക്ഷി അവന് കിടക്കട്ടെ. എന്റെ ഉമ്മ മനസാക്ഷി കാണിച്ചു. അത് നാണമാനുമില്ലേടോ തനിക്ക്? കുഞ്ഞിന് ഈ പറയുന്ന ഫിറോസ് ഖാൻ ചെലവിന് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ സജന പറഞ്ഞു വെക്കുന്നത്. വെറും മാസം 2500 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ 2500 രൂപ ചെലവിന് കൊടുത്താലൊന്നും ഇവിടെ എത്താൻ പോണില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങളെ ചെലവിച്ച് നോക്കുമ്പോൾ മിനിമം 5000-10,000 കൊടുക്കണം. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യം, ഞാൻ അതിലേക്ക് കൈകടത്തുന്നില്ല. പക്ഷെ ഇവിടെ ചെലവിന് കൊടുത്താലും ഇല്ലെങ്കിലും ഒരു അപ്പന്റെ അവകാശം ഒരു കുഞ്ഞിന് നിഷേധിക്കുന്നത് ഊളത്തരം തന്നെയാണ്. അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു തെറ്റാണ്. അതിനെ എന്ത് പറഞ്ഞിട്ട് സജന ന്യായീകരിച്ചിട്ടും കാര്യമില്ല. സജന കാണിക്കുന്നത് ഊളത്തരം തന്നെയാണ്, പറയാതെ വയ്യ. ഈ ഊളത്തരങ്ങളെല്ലാം കാണിക്കുന്നതും പോരാഞ്ഞിട്ട് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുന്നതും അതിനേക്കാളും വലിയ ഉളത്തരമാണ്. എന്തായാലും ബാക്കി പറ. ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ചത് അറിയാതെ ഈ നാട്ടില്
കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടെ? ഒരിക്കലും അത് നടക്കാൻ പാടില്ല എന്ന് വെച്ച് നിന്റെ അവിഹിതത്തെ അത് വെച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട കേട്ടോ സജന. നീ കാണിച്ചതും ചെറ്റത്തരം തന്നെയാണ്. ഒരുത്തരുണ്ടായിരിക്കും തന്നെ മറ്റൊരുത്തന്നെ കൂടെ അപരാധിക്കാൻ പോകുന്ന പറഞ്ഞാൽ അത് ചെറ്റത്തരം തന്നെയാണ്. നീ തൽക്കാലം പോക്സോ കേസ് വെച്ച് അതിനെ കവറപ്പ് ചെയ്യാൻ നോക്കണ്ട. അതിനെ കുറിച്ച് സംസാരിക്കും, ഇതിനെ കുറിച്ച് സംസാരിക്കും, അത്രേ ഉള്ളൂ. നീ ബാക്കി പറഞ്ഞാലും ഓട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പൊ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ള പോലെ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് ഈ പറഞ്ഞ ദിയാസനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് കടക്കുന്നില്ല. ബാക്കി കേട്ടോക്കാം. ഈ രണ്ട് കാര്യം ഇവിടെ നടന്നോട്ടേന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കിക്കണോ ഇതുപോലെ? അപ്പൊ നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി, ഇവരോടെ പോയി, ഇങ്ങനെ പോയി, അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ എന്നെ കൊല്ലാകൊലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ. ഞാനിപ്പോ രേണുസുതിയെ പോലെയാണ് പോലും. രേണുസുതിന്റെ അവസ്ഥ പറയാലോ. പണ്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സ്ത്രീയാണ് രേണുസുതി. പക്ഷെ ഇപ്പൊ ആള് ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ പണ്ട് വിമർശിച്ചവരെല്ലാം ഇപ്പൊ സഹതാപത്തോടെയും സ്നേഹത്തോടെയുമാണ് രേണുസുതിയെ നോക്കി കാണുന്നത്. അത് വെച്ച് ആശാത്തി മുതലെടുക്കാൻ നോക്കാണ്. രേണുസുതിയെ പോലെയാണ് ഞാൻ പോലും. ഒലക്ക, എന്നെ കൂടെ അധികം പറയിപ്പിക്കേണ്ട, പറഞ്ഞാല് തീറിയായി പോകും. അതുകൊണ്ടാണ്. ബാക്കി പറഞ്ഞാലും എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കമില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെ കുറിച്ച് എന്ത് പേടിച്ച് നടന്നോ മറിച്ചു നടന്നു പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നീ ജീവിച്ചോ, നീ ജീവിക്കേണ്ടെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? മാന്യ മര്യാദക്ക് നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. പക്ഷെ കാട്ടവരാത്തം കാണിക്കാൻ നിന്നാണെങ്കിലും നല്ലോണം പറയും. അത്രേ ഉള്ളൂ. നീ ബാക്കി പറഞ്ഞാലും. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിന്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എന്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. ഇല്ല, പേച്ചൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല. കണ്ട ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും കൂടെ ഒക്കെ അവരാധിച്ച് നടന്നിട്ട് അവള് പറയാണ് ഞാനൊന്നും പേച്ചുണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ. എന്തായാലും ഇപ്പൊ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, റസൂൽ പൂക്കുട്ടിന്റെ കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അതിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. കാരണം ആ കുഞ്ഞ് എങ്ങാനും ഈ ഭൂമിയിൽ പിറവി എടുത്തു കഴിഞ്ഞാണെങ്കിൽ നാളെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് എന്റെ വീഡിയോ കാണുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ കുഞ്ഞിന് സങ്കടവും. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാലും ആ പിറക്കാൻ പോണ കുഞ്ഞിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു തള്ളയാണല്ലോ ആ കുഞ്ഞിന് കിട്ടിയത്. ഇതിന് മാത്രം എന്ത് തെറ്റാണല്ലോ ആ കുഞ്ഞ് ചെയ്തത്? എല്ലാം സഹിക്കാനുള്ള ക്ഷമ ആ കുഞ്ഞിന് ഉണ്ടാവട്ടെ. അത്ര എനിക്കിപ്പോ തൽക്കാലം പറയുള്ളൂ. ബാക്കി പറഞ്ഞാലും എനിക്ക് സമ്പാദിച്ച് എന്റെ മക്കളെ നോക്കണം. അതുകൊണ്ട് ഞാൻ തരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ. എടാ നാണമാനമില്ലാത്തവനെ, നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നടാ. നിനക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ. എടാ എന്റെ കുഞ്ഞ്, ഈ രണ്ട് കുഞ്ഞുങ്ങളും എന്റെ വീട്ടുകാരും എന്റെ ഈ ട്രോമ, ഞാനൊരു ട്രോമയിലോട്ട് തന്നെ. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി. ഞാൻ ഇവിടെ പാനിക്കായി വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എന്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എന്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയും ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങളും നോക്കുന്നുണ്ട്. എടാ ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം പറഞ്ഞു. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടാൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയുണ്ട്. ഒരു പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് മോശം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എന്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അപ്പം നിന്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണം മാനമില്ലാത്തവനെ. എടാ കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നല്ലോ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീയും ദിയൊക്കെ ഭയങ്കര ഭാവത്തിനെ പോലെ, നീ ഒന്നും ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും അല്ല എനിക്ക് ചെലവിനിരുന്നത്. നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും, അത് എന്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ വാ, ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ. ഇനിയും ചേച്ചി കൂടുതൽ ആളുകൾ അറിയും, സന്തോഷിച്ചാട്ടെ. കാരണം ഇവിടെ കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചേച്ചി ഇനിയും കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ബാക്കി പറഞ്ഞാലും എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കിയോട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചു വല്ല MDMA വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക.
എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിച്ചോ. ഇനി അങ്ങോട്ട് കൂടുതൽ ആസ്വദിക്കാൻ തയ്യാറായി. കാരണം ചെയ്തു കൂട്ടിയത് അമ്മാതിരി കാര്യമാണല്ലോ. പിന്നെ എടുക്കെന്തോ പറഞ്ഞാലും എനിക്ക് പഴിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലാന്നൊക്കെ, അതിനെ കുറിച്ചൊന്നും പറയല്ലേ സജനത്താത്ത. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പുണ്യാളത്താവാൻ വരില്ലേ. സംഭവം ശരിയാവാം, ഫിറോസ്ക്ക് ഒരു 17 വയസ്സുകാർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഊളത്തരം തന്നെയാണ്. അത് വെച്ച് സ്വയം വെളുപ്പിക്കാൻ നിൽക്കണ്ട, വെളുക്കൂല. നിങ്ങളും നാല് കൂട്ടത്തിൽ നിങ്ങൾ അയാളെ നാറ്റിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞായാലും പോടാ നീയൊക്കെ. ഇനിയും കമന്റ് വാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എന്റെ കമന്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാരണം അതിനൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കും. അതിന്റെ പ്രശ്നമാണ്, ആദ്യമായിട്ട് അനുഭവിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇനി അങ്ങോട്ട് ശീലമായിക്കോളും, കുഴപ്പമില്ല. ബാക്കി പറഞ്ഞായാലും അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയൂലേ, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാല് മുറിഞ്ഞ് വീണ്ടും പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക്. ഇനി അങ്ങോട്ട് സജനത്താത്തിന്റെ ഒരു വരവുണ്ട് മക്കൾ. ഇത്രയും കാലം കണ്ട സജനത്താത്തയിൽ ഇനി നിങ്ങൾ ഇങ്ങോട്ട് കാണാൻ പോകുന്നത് ഫുൾ എനർജി ആയിട്ട് സൈബർ അറ്റാക്കിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് ഫുൾ ശക്തിയോട് കൂടി തിരിച്ചു വരാൻ പോകുന്ന സജനത്താത്തയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തൊക്കെ കാണണറപ്പേ, എന്തൊക്കെ വെല്ലുവിളികളാണ് ഇഷ്ട. ബാക്കി പറഞ്ഞായാലും ഞാനും അതേ സിറ്റുവേഷൻ വീണു തീർന്നു. ആ വേദന എന്താന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എന്റെ ഇൻസ്റ്റാഗ്രാം പോലും പടാന്ന് പറഞ്ഞോണ്ടാ ഇൻസ്റ്റാഗ്രാം ഒക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത്. ചിരിച്ചാള് കുറെ ചീഞ്ഞ് നാറിയാലെന്താ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നുണ്ടല്ലോ, അതുപോലെ അല്ലേ. അതെ ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നത് ചേച്ചി നല്ല കാര്യം ചെയ്തുകൊണ്ടൊന്നല്ല. ചേച്ചിന്റെ ഈ കാട്ടാവരാതങ്ങളൊക്കെ കണ്ട് ചേച്ചി അതിനെ കുറിച്ച് എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ചേച്ചിനെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലാണ്ട് ചേച്ചിനെ കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല. ഇനി അത് വിചാരിക്കണ്ട. എന്തൊക്കെയാലും ഫോളോവേഴ്സ് കിട്ടിയല്ലോ, പോരെ, ഹാപ്പി ആയില്ലേ. ബാക്കി പറഞ്ഞായാലും കൂടി വരുന്നത്. ഇനിയും നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ചു മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടവെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനും അവരെ അല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വകച്ചുവിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എന്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുവരെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും ഈ അവന്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നുള്ളത് പേടിയുണ്ട്. എന്ത് പേടി, തട്ടിവിടെ തന്നെ അങ്ങോട്ട്. 16 വയസ്സുകാരെ മിസ്യൂസ് ചെയ്തെന്ന് കരുതി എന്റെ മോനെ അവൻ മിസ്യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ. എന്തായാലും ഫിറോസും കൂടി ഇതോടുകൂടി പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിന് ഫിറോസ് എന്ത് എക്സ്പ്ലനേഷൻ തരും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. മിക്കവാറും ആള് 2 ദിവസം സൈലന്റ് ആയിരിക്കും, എന്നിട്ടായിരിക്കും മറുപടി ആയിട്ട് വരുന്നത്. എന്തായാലും ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോണില്ല മക്കളെ. ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കൊക്കെ ഇത് കണ്ട് മാറി ഇരുന്ന് ചിരിക്കാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.